Hi Nand, today we are going to discuss exercise 13.4 since we completed exercise 13.3 in the last video. This is the time to start exercise 13.4 and in exercise 13.4 total 9 questions are there, no? Isn't it? 9 questions are there. So in this 9 question, I'm going to discuss question number 2, 4, 5, 6, 7, 8, 9. That means I'm leaving just only 2 questions and remaining all question. Question number 2, 4, 5, 6, 7, 8, 9. I'm going to discuss because this exercise is filled with the little standard questions. So we cannot leave many questions. We have to concentrate to the important ones. No, anyway. So I'm going to start this video session by discussing question number 2. And through this video session, I'm going to discuss question number 2, 4, 5, and if it is possible 6 also. Question number 2, 4, 5, 6. Okay, 4 questions we are going to discuss through this video session. Shall we? Stay with me and join with me and practice well. Watch the video without skipping any portion. I heard that many of the students, one thing, ഒരു യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് നമുക്ക്. അത് യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പം യൂട്യൂബ് സ്റ്റുഡിയോ ഓഫ് കോഴ്സ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ എനിക്കറിയാം നിങ്ങൾ എത്ര വാച്ച് ടൈം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിലൂടെ എനിക്കറിയാം നിങ്ങൾ എത്ര വ്യൂവേഴ്സ് ഉണ്ട്, എത്ര പേര് കാണുന്നുണ്ട്, വാച്ച് കംപ്ലീറ്റ് ആയിട്ട് കാണുന്നത് എത്ര പേരാണ്, കുറച്ച് മാത്രം കാണുന്നത് എത്ര പേരാണ്, മുഴുവൻ സമയവും അവേഴ്സ് എത്രയാണോ അപ്ലോഡ് ചെയ്യുന്ന ആ ടൈം മൊത്തം കാണുന്ന എത്ര പേരാണ്, എത്ര പേര് സ്കിപ്പ് ചെയ്ത് ജസ്റ്റ് ലീവ് ചെയ്ത് കാണുന്നത്, ഇതൊക്കെ എനിക്ക് യൂട്യൂബ് സ്റ്റുഡിയോ വഴി അറിയാം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കള്ളത്തരമാണെന്ന് അല്ലെങ്കിൽ ഒരു നുണയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, ഐ നോ ദാറ്റ്. ഓക്കെ, ആൻഡ് സോ യു ഹാവ് ടു ടേക്ക് ദ തിങ്സ് ഇൻ എ വെരി സീരിയസ് വേ. ബിക്കോസ് ഞാൻ കാണുമ്പോൾ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് കുട്ടികൾ മാത്രമേ മുഴുവൻ സമയം ഇരുന്ന് കാണുന്നുള്ളൂ. എനിക്കത് മനസ്സിലായി. പക്ഷേ വീണ്ടും ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എനിക്ക് വേറെ നിവൃത്തിയില്ല. ബിക്കോസ് ദിസ് ഈസ് മൈ പ്രൊഫഷൻ, ദിസ് ഈസ് മൈ ജോബ്. സോ ഐ ഹാവ് ടു കണ്ടിന്യൂ ദ സെയിം തിങ് ത്രൂ ഔട്ട് ദിസ് ഇയർ. സോ പ്ലീസ് സ്റ്റേ വിത്ത് മീ. ഓൺലി വൺ തിങ് ഐ ഹാവ് ടു സേ, please stay with me. If you are ready to come with me, let us join our hands together and let us hope for the best. Otherwise, no, I don't have to say anything. I don't know how to say, because if you are not ready to come with me, what I can do, no? So I already told you, ഞാൻ വിശ്വസിക്കുന്ന ലേണിംഗ് എന്ന് പറയുന്നത് എൻ്റെ കൂടെ വന്നെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. നിങ്ങളുടെ കൂടെ വന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് you just come with me. So let us join our hands together and let us work together. So without wasting much time, let me discuss question number 2 for you. Exercise 13.4, question number 2. See, question number 2 ഇതാണ്. ആ question number 2-ൽ 3 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ. ഐ എം ലീവിങ് ഫോർ യു ആസ് ഹോംവർക്ക്. പ്ലീസ് ഡു ഇറ്റ് ആസ് ഹോംവർക്ക് ആൻഡ് ചെക്ക് യുവർ ബാക്ക് സൈഡ് ആൻസർ. ഡോ നോട്ട് ഫോർഗെറ്റ് ടു ചെക്ക് ദ ബാക്ക് സൈഡ് ആൻസേഴ്സ്. ഞാൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നിങ്ങൾ എൻ്റെ ആൻസർ ബാക്ക് സൈഡ് ആൻസറുമായി ചെക്ക് ചെയ്യണം. എനിക്കും തെറ്റുകൾ സംഭവിക്കാമല്ലോ. അതുകൊണ്ട് നിങ്ങളത് ചെക്ക് ചെയ്ത് എന്നെ കറക്റ്റ് ചെയ്യണം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, ഞാൻ സപ്പോസ് ചെക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടാവാം, നിങ്ങൾ ചെക്ക് ചെയ്യണം. അത് മസ്റ്റാണ്. നിങ്ങളിത് ഹോംവർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് നോട്ട് അപ്ലോഡ് ചെയ്യുമ്പം, നിങ്ങളിത് വീഡിയോ കാണുന്ന ദിവസം തന്നെ നോട്ട് അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾ ആ ഹോംവർക്കിൻ്റെ ആൻസറും കൂടെ നിങ്ങൾ എനിക്ക് അപ്ലോഡ് ചെയ്യണം. ഐ വിൽ ചെക്ക് ഇറ്റ് ഔട്ട്. And you can do it as homework, first and second sub question. Third question I'm going to solve for you. Find the surface area of sphere of diameter 3.5 meter. That means you are supposed to calculate surface area of a sphere with the diameter 3.5 meter. So that means this time you have to consider sphere, isn't it? Sphere, and this is a sphere, and what do you mean by diameter? From here to here, no, that is diameter, no? See, ഒരു സ്ഫിയറിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു വൺ എൻഡിൽ നിന്നും അടുത്ത എൻഡിലോട്ട് പോകുന്ന ലൈനാണ് ഡയമീറ്റർ. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ ഫോർ യു. സോ ദാറ്റ് ഡയമീറ്റർ ഈസ് ഗിവൺ ആസ് വാട്ട്? Diameter is given as 3.5 meter. Okay, so what is given that diameter is given as 3.5 meter of a sphere. It is a sphere, its diameter is given as what? 3.5 meter. I think it is very clear for you. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? We are supposed to calculate the surface area of sphere.
ഓക്കെ, സർഫസ് ഏരിയ. വിച്ച് ഇസ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് സർഫസ് ഏരിയ? സർഫസ് ഏരിയ എന്ന് പറയുമ്പം ഇവിടെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു സ്ഫിയറിൻ്റെ സർഫസ് എന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടൽ സർഫസാണ്. അല്ലാണ്ട് സ്ഫിയറിന് കേവ്ഡ് സർഫസ് എന്നും ടോട്ടൽ സർഫസ് എന്ന് പറഞ്ഞാൽ രണ്ടൊന്നുമില്ല. ഇപ്പോൾ സ്ഫിയറിൻ്റെ സർഫസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ടോട്ടൽ സർഫസ് എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സോ സർഫസ് ഏരിയ സ്റ്റാൻഡ്സ് ഫോർ ടോട്ടൽ സർഫസ് ഏരിയ. ഇനി അതല്ല വേറെ എന്തെങ്കിലും ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ സ്പെസിഫിക് ആയിട്ട് തരും, ലൈക്ക് കേവ്ഡ് സർഫസ് ഏരിയ എന്നൊക്കെ തരും. ഹിയർ ഇറ്റ് ഈസ് ഓൺലി സർഫസ് ഏരിയ, സോ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ടോട്ടൽ സർഫസ് ഏരിയ. വിച്ച് ഇസ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഫോർമുല ഈസ് 4πr². ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ ഫോർ യു. നിങ്ങളോട് എപ്പോഴും പറയുന്നത് പോലെ ഞാൻ വീണ്ടും പറയുന്നു, വളരെ പെട്ടെന്ന് ഞാനൊരു ലൈവ് ക്ലാസ് കണ്ടക്ട് ചെയ്യും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇയാൾ എല്ലാ വീഡിയോയിലും ഇത് പറയുന്നുണ്ട് കണ്ടക്ട് ചെയ്യില്ല എന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാനത് അങ്ങനെ കണ്ടക്ട് ചെയ്യില്ല എന്ന്? എനിക്ക് എന്താണ് പറയുക, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ ലെങ്ത്തൊക്കെ നോക്കിയിട്ട് എനിക്കൊരു ലൈവ് തരാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് കഴിഞ്ഞ വീഡിയോസിൻ്റെ ലെങ്ത്തൊക്കെ നല്ല മാക്സിമം ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ലൈവ് എടുത്തില്ല. കാരണം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ നെറ്റിൻ്റെ ഓഫറും ഒക്കെ എനിക്ക് നോക്കണ്ടേ. എൻ്റെ വീഡിയോ കണ്ട് തീരുമ്പോഴേക്കും നെറ്റ് ഓഫർ കുറച്ച് തീരും. അപ്പോൾ അതിൻ്റെ പുറമെ ഞാൻ ലൈവും കൂടി എടുത്തു കഴിഞ്ഞാൽ ബാക്കി ടീച്ചേഴ്സിന് ലൈവ് എടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാൻ ലൈവ് എടുക്കാത്തത്. അല്ലാണ്ട് എനിക്ക് സമയമില്ലാത്തതുകൊണ്ടോ ഞാൻ ഉഴപ്പുന്നതുകൊണ്ടല്ല. ഞാൻ ഉഴപ്പുന്നതാണെങ്കിൽ എനിക്ക് ഇത്രയും ലെങ്ത്തുള്ള വീഡിയോ ഇടേണ്ട കാര്യമില്ല. ഞാൻ എന്നെ ന്യായീകരിക്കല്ല, ഞാൻ ലൈവ് ഇടാത്തതിൻ്റെ കാരണം പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഞാൻ ലൈവ് ഇടും ഉടനെ, വെരി സൂൺ ഇൻ ദ സെൻസ് വെരി സൂൺ. ആ ലൈവ് ക്ലാസ്സിൽ കൂടെ ഞാൻ നിങ്ങൾ ഫോർമുല പഠിച്ചോ, ഡെറിവേഷൻ അടക്കണമാണോ പഠിച്ചത്, ക്വസ്റ്റ്യൻസ് തരും, ടെസ്റ്റ് ചെയ്യും. ഒരു കുട്ടിക്ക് എത്ര സമയമായാലും ശരി, എത്ര ദിവസം കൊണ്ടാണ് ഇത് തീരുന്നതെങ്കിലും ശരി, ഞാൻ ലൈവ് ഇടും. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എൻ്റെ ലൈവ് ക്ലാസ്സിൽ നിന്ന് മാറി നിൽക്കാം. പക്ഷേ നിങ്ങൾക്ക് എത്ര നേരം മാറി നിൽക്കാൻ പറ്റും? നിങ്ങളെ ഞാൻ വിളിക്കും, നിങ്ങളുടെ പാരൻസിനെ വിളിക്കും. ഓഫീസിൽ നിന്നും പാരൻസിൻ്റെ നമ്പർ സംഘടിപ്പിച്ച് ഞാൻ പാരൻസിന് വിളിക്കും, പാരൻസിന് മുമ്പിൽ നിന്ന് ചോദിക്കും. എന്നിട്ട് നിങ്ങളത് എന്നെ വില്ലിങ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഞാൻ വരും. ഓക്കെ, നിങ്ങളത് സീരിയസ് ആയിട്ട് എടുക്കണം. ഞാൻ വെറുതെ എന്തെങ്കിലും പറയുന്ന ഒരാളല്ല, ഞാനത് പറയുമില്ല, ഞാൻ ചെയ്യും അത്. സോ ബി റെഡി ഫോർ ദാറ്റ്. ഓക്കെ, ജസ്റ്റ് പ്രിപ്പയർ എവറിത്തിങ് in the same day. When I am sending the video, in the same day itself we are supposed to watch the video and learn everything without skipping the video. You are not supposed to skip the portion of the video. ഇതൊരു മൂവി അല്ല, ഇതൊരു മൂവീൻ്റെ ഇടയിൽ വരുന്നൊരു സോങ് അല്ല നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാൻ. ഇപ്പം വലിയൊരു ലെങ്തി ഒരു മൂവിക്കിൻ്റെ ഇടയ്ക്ക് ഒരു സോങ് വരുമ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാൻ, നോ പ്രോബ്ലം, സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഇതൊരു സോങ് അല്ല സ്കിപ്പ് ചെയ്യാൻ. ഡു നോട്ട് സ്കിപ്പ് എനി പോർഷൻ. ഞാൻ പറഞ്ഞു, എനിക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പ് ഉപയോഗിച്ച്. നിങ്ങൾ പ്ലീസ് സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ കണ്ടോളൂ പ്ലീസ്, കംപ്ലീറ്റ് കാണണം. ഇടയ്ക്ക് ബോറടിക്കും, കാരണം ഞാൻ സെയിം സാധനം തന്നെ ഒരുപാട് പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയും. ബിക്കോസ് ഐ ഹാവ് ടു കൺസിഡർ ഈച്ച് ചൈൽഡ് ഇൻ മൈ ക്ലാസ് റൂം. സോ ദാറ്റ്സ് വൈ ഐ എം റിപ്പീറ്റിംഗ് ദി സെയിം തിങ് സെവറൽ ടൈംസ്. സോ യു മേ ഫീൽ സം ബോറിങ്, ബട്ട് സ്റ്റിൽ യു ആർ നോട്ട് സപ്പോസ് ടു സ്കിപ്പ്. ഓക്കെ, കംപ്ലീറ്റ് ആയി കാണാം. 4πr² ആണ് ഫോർമുല. ആൻഡ് ഹിയർ ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് കോമൺ ആയിട്ട് തന്നിട്ടുണ്ട് π = 22/7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന്. എക്സസൈസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് നോക്കിയറിയാം. സോ π യു ക്യാൻ റീപ്ലേസ് ആസ് 22/7. ആൻഡ് വാട്ട് ഈസ് ആർ? R is nothing but the radius, no? But radius is not given here. Diameter is given as 3.5. So what will be radius? Half of 3.5. അതായത് 3.5. 3.5 means 3.5. 3.5യുടെ പകുതി എത്രയാണ്? 1.75. 1.25 അല്ലേ 3.5യുടെ പകുതി അല്ലേ? യെസ്, ആരെ ചോദിക്കും? യെസ് ആണ്, 1.25 3.5യുടെ പകുതി. സോ ഡയമീറ്ററിൻ്റെ പകുതിയാണ് റേഡിയസ്. സോ റേഡിയസ് വിൽ ബി 1.75 meter. I think it is very clear for you. And you can substitute that as radius, 1.75 as radius here. So r² will become 1.75². Any problem? No. And 4 × 22/7 as it is. And 1.75 is nothing but 175 divided by, how many decimal positions are there? 2. So 175 divided by 100. You can write 1.75 as 175/100. So 1.75 all square become 175/100 into 175/100 because it is square, no? Okay. Now you can cancel the terms like, in 7 how many 7? 1. In 17 how many 7? 2 7s are 14. Remainder is 3. 35. 5 7s are 35. Now you can cancel, you can cancel this 25 and 100. 4 will, isn't it? And 4 and 4 get cancelled. Then what will remain? 22 into 175 divided by 100. You may understood. And I'm not going to cancel 22 and 100. I know that I can cancel 22 and 100, but I'm not going to do because you will get understood in the very next step.
175 ഇൻറ്റു 22 ഞാൻ ചെയ്യുവാണ്. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് ക്യാൻസൽ ചെയ്യുന്നില്ല. അതിനുള്ള കാരണം ഞാൻ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് 22ഉം 100ഉം ഞാൻ ക്യാൻസൽ ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് 175ഉം 100ഉം ക്യാൻസൽ ചെയ്യാത്തത് എന്നുള്ള കാര്യം. പറ്റും, പക്ഷേ ഞാൻ ചെയ്യുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, 175ഉം 22ഉം മൾട്ടിപ്ലൈ ചെയ്യുന്നു ന്യൂമറേറ്റർ. 3850. So I got the answer as 3850 divided by 100. And if the denominator is 100, it is very easy to divide. What will be the answer? 38.50 meter square, since it is area, surface area, meter square. If it is volume, you are supposed to use meter cube or centimeter cube. Since it is something related to area, meter square. And you may now you may understand why I am not cancelling these terms, because if I maintain denominator as 100, because if I are going to cancel, this 100 will spoil, no? 100 will turn into some other number if you are cancelling. But if you are not cancelling this 100, we will get the advantage while division. 3850 divided by 100 is nothing but 38.50, because 2 decimal point ഇടത്തോട്ട് മാറ്റി കുത്തിട്ടാൽ മതി 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. So 38.50 meter square is the required answer for the question. I think you understood, no? If you have any doubt, just call me and clarify. See, question number 4. The radius of a the radius of a spherical balloon increases from 7 cm to 14 cm as air is being pumped into it. Find the ratio of surface area of the balloon in two cases. Very simple question. Let me explain the question by drawing figure. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, the radius of a hemisphere. I am discussing fourth question. I am leaving third question. I am discussing fourth question. The radius of a spherical balloon increases from 7 cm to 12 cm, to 14 cm എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ, പറഞ്ഞേക്കുന്നത് അല്ലേ. റേഡിയസ് ഓഫ് എ സ്ഫെറിക്കൽ ബലൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഫിയർ ആകൃതിയിലുള്ള ബലൂൺ, ഒരു സ്ഫെറിക്കൽ ആകൃതിയിലുള്ള ബലൂൺ, അതായത് സ്ഫിയറിൻ്റെ ആകൃതിയിലുള്ള ഒരു ബലൂണിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ എന്തടിക്കുവാണ്, കാറ്റടിച്ച് കയറ്റുന്നു. അപ്പോൾ ആദ്യം ബലൂൺ ഇത്ര ചെറുതാണ്, കുറച്ചും കൂടെ കാറ്റടിക്കുമ്പോൾ എന്ത് വരും, അത് വലുതാകും. മനസ്സിലായോ? അപ്പം ആദ്യത്തേതിൻ്റെ റേഡിയസ് ആണ് തന്നേക്കുന്നത് എന്ത്, 7 cm. റേഡിയസ് എന്ന് വെച്ചാൽ സെൻറ്റർ ടു ഔട്ടർ പോർഷൻ, ദാറ്റ് ഈസ് റേഡിയസ്. സോ ആദ്യത്തേതിൻ്റെ റേഡിയസ് ആണ് തന്നേക്കുന്നത്. ഞാൻ അതിന് R1 എന്ന് വിളിക്കുന്നു. കാരണം എന്താ, ആദ്യത്തേതിൻ്റെ റേഡിയസ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് R1. R ഇട്ടിട്ട് സഫിക്സ് ആയിട്ട് ചെറുതായിട്ട് 1, R1 ആദ്യത്തേതിൻ്റെ റേഡിയസ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, ഇതിന് വേറെ അർത്ഥമൊന്നുമില്ല, R1. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ സ്മോൾ ലെറ്റർ R എന്ന് വിളിക്കാം. നിങ്ങൾക്ക് R1 എന്ന് തന്നെ വിളിച്ചോളൂ, R1. അതിൻ്റെ ആദ്യത്തെ റേഡിയസ് ആണ് തന്നേക്കുന്നത് 7 cm. പിന്നെ കുറച്ച് കാറ്റ് ഞാൻ അടിച്ചു, അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒബ്വിയസ്ലി റേഡിയസ് വിൽ ഇൻക്രീസ്. അപ്പോൾ ഇപ്പോഴത്തെ റേഡിയസ് ഇതാണ്, അതിന് ഞാൻ R2 എന്ന് വിളിക്കുന്നു. ആ R2 ആണ് നിങ്ങൾക്ക് തന്നേക്കുന്നത് 14 cm. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ. R2 ഈസ് ഗിവൺ ആസ് വാട്ട്, 14 cm. അതാണ് പമ്പിൽ കാറ്റടിച്ചാലുള്ള പ്രത്യേകത. ആദ്യത്തെ റേഡിയസും രണ്ടാമത്തെ റേഡിയസും തമ്മിൽ മാറും. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ സർഫസ് ഏരിയ ഓഫ് ബലൂൺ ഇൻ 2 cases. ഇതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്, ഇതാണ് സെക്കൻഡ് കേസ് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് കേസിലെ ബലൂണിൻ്റെ സർഫസ് ഏരിയയും സെക്കൻഡ് കേസിലെ ബലൂണിൻ്റെ സർഫസ് ഏരിയയും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. യു മേ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് ടു കാൽക്കുലേറ്റ് റേഷ്യോ ഓഫ് സർഫസ് ഏരിയ ഓഫ് ബലൂൺ ഇൻ 2 cases എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇതാണ് 2 കേസ്. ഈ 2 കേസിലുള്ള ബലൂണാണിത്. അപ്പം ആദ്യത്തെ കേസിലുള്ള ബലൂണിൻ്റെ റേഡിയസ് 7 cm ആണ്, രണ്ടാമത്തെ കേസിലുള്ള ബലൂണിൻ്റെ റേഡിയസ് 14 cm ആണ്. യു മേ അണ്ടർസ്റ്റുഡ് ദ റീസൺ. എയർ പമ്പ് ചെയ്യുകയാണ് ഇതിൻ്റെ ഉള്ളിലോട്ട്, അപ്പോൾ വലിപ്പം കൂടുമല്ലോ, അപ്പോൾ റേഡിയസ് കൂടും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നതെന്ന് അറിയോ, ഇതിൻ്റെ സർഫസ് ഏരിയയും ഇതിൻ്റെ സർഫസ് ഏരിയയും, അതായത് ആദ്യത്തെ കേസിലുള്ള ബലൂണിൻ്റെ സർഫസ് ഏരിയയും രണ്ടാമത്തെ കേസിലുള്ള ബലൂണിൻ്റെ സർഫസ് ഏരിയയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇത്രയേ ഉള്ളൂ. സർഫസ് ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സർഫസ് ഏരിയ ഓഫ് ബലൂൺ ഇൻ ഫസ്റ്റ് കേസ് ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ ഓഫ് ബലൂൺ ഇൻ സെക്കൻഡ് കേസ് കണ്ടുപിടിച്ചാൽ മതി റേഷ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ചാൽ മതി. നിങ്ങൾ എന്താണ് കണ്ടുപിടിക്കുന്നത്, റേഷ്യോ സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ ആക്ച്വലി. അപ്പം സർഫസ് ഏരിയ ഓഫ് ദ ബലൂൺ ഇൻ 2 cases, റേഷ്യോ ഓഫ് ദ സർഫസ് ഏരിയ ഓഫ് ദ ബലൂൺ ഇൻ 2 cases എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും.
സർഫസ് ഏരിയ ഓഫ് ബലൂൺ ഇൻ ഫസ്റ്റ് കേസ് ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ ഓഫ് ബലൂൺ ഇൻ സെക്കൻഡ് കേസ്. കാരണം റേഷ്യോ ഓഫ് സർഫസ് ഏരിയ ഓഫ് ബലൂൺ ഇൻ 2 കേസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർഫസ് ഏരിയ ഓഫ് ബലൂൺ ഇൻ ഫസ്റ്റ് കേസ് ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ ഓഫ് ബലൂൺ ഇൻ സെക്കൻഡ് കേസ് ചെയ്താൽ മതി. റേഷ്യോ സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ. ഓക്കെ, which is the formula for calculating surface area of balloon in first case? Anyway, in first case and second case, balloon shape is in the form of sphere. No. So which is the formula for calculating surface area of balloon in first case? The formula is 4 pi r square. But only one difference is there. Here r is nothing but r1. കാരണം 4 pi r square എന്ന് പറയുന്നത് സർഫസ് ഏരിയ ഓഫ് ബലൂൺ ഇൻ ഫസ്റ്റ് കേസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്തായാലും അത് ഫസ്റ്റ് കേസ് ആണെങ്കിലും സെക്കൻഡ് കേസ് ആണെങ്കിലും സർഫസ് ഏരിയ ഓഫ് എ ബലൂൺ അല്ലെങ്കിൽ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ, ബലൂൺ എന്ന് പറഞ്ഞാൽ സ്ഫിയർ ആണല്ലോ, സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഏത് കേസിലാണെങ്കിലും ഫോർമുല എന്ത് തന്നെയാണ്? 4 pi r square ആണ്. പക്ഷേ നമ്മൾ ആദ്യത്തെ കേസിൻ്റെ സർഫസ് ഏരിയ ചെയ്യുമ്പം ഇവിടെ r എന്ന് പറയുന്നത് ആദ്യത്തെ കേസിലെ റേഡിയസ് ആണല്ലോ വരിക. അതെന്താണ് നമ്മൾ കൊടുത്തേക്കുന്നത്? r1. അപ്പോൾ 4 pi r square എന്നുള്ളത് 4 pi r1 square ആക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? കാരണം ആദ്യത്തെ കേസിലെ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ 4 pi r square ആണ്, രണ്ടാമത്തെ കേസിലെ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ 4 pi r square ആണ്. പക്ഷേ ആദ്യത്തെ കേസിലെ സർഫസ് ഏരിയ കാണുമ്പോൾ 4 pi r square എന്നുള്ള ഫോർമുല യൂസ് ചെയ്യാം. പക്ഷേ r എന്ന് പറയുന്നത് ആദ്യത്തെ കേസിലെ റേഡിയസ് ആണ്, അതിന് നമ്മൾ r1 ആയിട്ടാണ് ഡിനോട്ട് ചെയ്തത്. സോ 4 pi r1 square. And which is the formula for calculating surface area of balloon in second case? Formula is same 4 pi r square because it is sphere. But in the second case, the radius we have mentioned as r2. Okay. So now we just see, you can substitute everything. 4 pi, what is r1? R1 is 7, so 7 square. Then 4 pi, what is r2? R2 is 14 square. I think you understood. And you can cancel this 4 pi because it is division. Then what will remain? 7 square divided by 14 square. 7 square, can you write 7 into 7? Yes. 14 square, can you write 14 into 14? I think it is. Are you following me? Yes. Now you can cancel, like 7 in 7, how many 7? 1. In 14, how many 7? 2. Then in 7, how many 7? 1. In 14, how many 7? 2. So what will remain? 1 into 1, 1 divided by 2 into 2, 4. So 1 divided by 4. So when we write this one in terms of ratio, we can write it as 1:4. So required answer for the question is 1:4. Because the question is to calculate ratio. So after the division part, you can convert it in terms of ratio like this. This is to this. That means 1:4 is the required answer for the question. Then question number 5 now. Question number 5. Just read it out. A hemispherical bowl made of brass has inner diameter 10.5 centimeter. Find the cost of tin plating it on the inside at the rate of 16 per 100 centimeter square. This is your question. Read question number 5 well. So let me draw a figure and let me explain. The question is discussing about a hemispherical bowl. No, hemispherical bowl. ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു ഹെമിസ്ഫെറിക്കൽ ബൗളിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒരു ഹെമിസ്ഫെറിക്കൽ ബൗൾ ഞാൻ വരയ്ക്കുന്നു. ഇതാ ഹെമിസ്ഫിയർ ബൗൾ. നിങ്ങൾക്കറിയാം ബൗൾ എന്താണെന്നറിയാം, നിങ്ങളുടെ വീട്ടിലൊക്കെ ബൗളുള്ളതാണ്. ഹെമിസ്ഫെറിക്കൽ ബൗൾ വരച്ചു. ഓക്കെ, ഹെമിസ്ഫിയർ ആണ്. ഓക്കെ, ഈ ബൗൾ മെയ്ഡ് ഓഫ് ബ്രാസ് കൊണ്ട് ഉണ്ടാക്കിയ ബൗളാണ്. ഇതിൻ്റെ ഇന്നർ ഡയമീറ്റർ എന്ന് പറയാനുള്ള കാരണം എന്താ? ചിലപ്പോൾ ഇതിന് തിക്നെസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, തിക്നെസ് ഉള്ള സമയത്ത് എന്ത് പറയും നമ്മൾ? ഇന്നർ എന്നും ഔട്ടർ എന്നും, ഇന്നർ ഡയമീറ്റർ ഔട്ടർ ഡയമീറ്റർ എന്നൊക്കെ പറയും. അപ്പം നിങ്ങൾ ഇതിൻ്റെ തിക്നെസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്നർ ഡയമീറ്റർ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഉള്ളിലുള്ള സർക്കിൾ. ഈ തിക്നെസ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് പുറത്ത് കൂടി ഒരു സർക്കിൾ ഉണ്ടാവും, പിന്നെ ഉള്ളിൽ കൂടി ഒരു സർക്കിൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഞാൻ ഒരു പ്രാവശ്യം PVC പൈപ്പിൻ്റെ കാര്യത്തിൽ പറഞ്ഞാണ്. ഇനി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നർ ഡയമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള സർക്കിളിൻ്റെ ഒരെൻഡിൽ നിന്നും അടുത്ത എൻഡിൽ, ഉള്ളിലുള്ള സർക്കിളിൻ്റെ, പുറത്തല്ല, ഉള്ളിലുള്ള സർക്കിളിൻ്റെ. അപ്പം ഇന്നർ ഡയമീറ്റർ എന്ന് വെച്ചാൽ ഏകദേശം ഇതാണല്ലോ ഉള്ളിലുള്ള സർക്കിളിൻ്റെ ബിഗിനിങ് പോർഷൻ, ഇതാണല്ലോ ഉള്ളിലുള്ള സർക്കിളിൻ്റെ എൻഡ് പോർഷൻ. അപ്പം ഇതായിരിക്കുമല്ലോ അതിൻ്റെ ഡയമീറ്റർ. ആ ഡയമീറ്റർ ഇസ് ഗിവൺ ആസ് വാട്ട് ദ ഡയമീറ്റർ 10.5 centimeter. Since the diameter is given 10.5 centimeter, can you tell me what is radius? What is the half of 10.5? 10ന്റെ പകുതി എന്താണ്? 5.25 അല്ലേ? 10യുടെ പകുതി എന്താണ്? പറയൂ മക്കളെ വേഗം. 10യുടെ പകുതി എന്ന് പറഞ്ഞാൽ 5.25 അതായത് 5.25 centimeter. 5.25. ഇപ്പോൾ റേഡിയസ് കിട്ടിയില്ലേ? കിട്ടി. ഇനി എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്?
ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് തിൻ പ്ലേറ്റിംഗ് ഇറ്റ് ഓൺ ദ ഇൻസൈഡ് അറ്റ് ദ റേറ്റ് ഓഫ് 16 rupees ഫോർ 100 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതായത് നിങ്ങൾ ഇതിന് ടിൻ പ്ലേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആവണം. ഇതിൻ്റെ ഉള്ളിൽ പെയിൻ്റ് അടിക്കണം. പെയിൻ്റ് അടിക്കണമെങ്കിൽ നിങ്ങൾ എത്ര രൂപ കൊടുക്കണം? 100 സെൻറ്റിമീറ്റർ സ്ക്വയറിന് 16 രൂപ കൊടുക്കണം. അതായത് ഇങ്ങനെ 16 rupees ഫോർ 100 സെൻറ്റിമീറ്റർ സ്ക്വയർ ഇങ്ങനെ എഴുതിക്കൂടെ? 100 സെൻറ്റിമീറ്റർ സ്ക്വയറിന് എത്ര രൂപയാണ്? 16 രൂപ. തിരിച്ച് തന്നെ എഴുതി 100 സെൻറ്റിമീറ്റർ സ്ക്വയറിന് 16 രൂപ. അപ്പോൾ 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് എത്ര രൂപയായിരിക്കും ഒന്ന് പറയാൻ പറ്റുമോ? 10 മഞ്ചിന് ഒരു 100 രൂപ എങ്കിൽ 1 മഞ്ചിന് എത്ര രൂപയാണ്? 10 രൂപ. നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? 10 മഞ്ചിന് 100 രൂപയാണെങ്കിൽ 1 മഞ്ചിന് 100 ഡിവൈഡഡ് ബൈ 10, അങ്ങനെയല്ലേ 10 കിട്ടിയത്? 10 മഞ്ചിന് 100 രൂപയാണെങ്കിൽ 1 മഞ്ചിന് എങ്ങനെ നിങ്ങൾ വില കണ്ടുപിടിച്ചത്? 10 രൂപ എന്ന്. 100 ഡിവൈഡഡ് ബൈ 10, ഈ 10 ചെയ്തപ്പോഴാണ് ഈ 10 കിട്ടിയത്. അതുപോലെ തന്നെ 100 സെൻറ്റിമീറ്റർ സ്ക്വയറിന് 16 രൂപയാണെങ്കിൽ 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് എത്ര കിട്ടും? ഇവിടെ ഞാൻ 100 ഡിവൈഡഡ് ബൈ ഇത് ചെയ്തപ്പോഴാണ് 1 മഞ്ചിന് വില കിട്ടിയത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 16, ഇവിടെയുള്ള 16 ഡിവൈഡഡ് ബൈ ഈ 100 ചെയ്യണ്ടേ? 100 rupees ആയിരിക്കുമല്ലോ. ഒന്നും കൂടെ ഞാൻ പറയുന്നു. ഫോർ 100 സെൻറ്റിമീറ്റർ സ്ക്വയർ 16 rupees എന്ന് പറഞ്ഞു. എനിക്കത് 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് എത്ര രൂപയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 10 മഞ്ചിന് 100 രൂപയാകുമ്പോൾ 1 മഞ്ചിന് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചാൽ ഇവിടെയുള്ളത് ഡിവൈഡഡ് ബൈ ഇവിടെയുള്ളത്, അങ്ങനെയാണ് 10 കിട്ടിയത്. അപ്പം അതുപോലെ തന്നെ ഒരു 100 സെൻറ്റിമീറ്റർ സ്ക്വയറിന് 16 രൂപയാണെങ്കിൽ 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് ഇവിടെയുള്ളത് ആദ്യം ഡിവൈഡഡ് ബൈ ഇവിടെയുള്ളത്, അത്രയും റുപ്പീസാണ് 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് നിങ്ങൾ മുടക്കേണ്ടത്. അപ്പം 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് ഇത്രയും രൂപ നിങ്ങൾ പെയിൻ്റ് അടിക്കാൻ അല്ലെങ്കിൽ ടിൻ പ്ലേറ്റിങ്ങിന് മുടക്കണം. അപ്പം നിങ്ങൾക്ക് മൊത്തം എത്ര രൂപ ആണ് അല്ലേ? ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് ടോട്ടൽ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് ഇത്ര രൂപയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് 16 ഡിവൈഡ് ബൈ 100 rupees ആണല്ലോ. അപ്പം മൊത്തം എത്ര സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ടെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമല്ലേ? ഉദാഹരണത്തിന് 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് ഇത്ര രൂപയാണ്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ സ്ക്വയറിന് എത്രയായിരിക്കും? 2 ഇൻറ്റു ഇത്രയും. 3 സെൻറ്റിമീറ്റർ സ്ക്വയറിന് എത്രയായിരിക്കും? 3 ഇൻറ്റു ഇത്രയും. കാരണം 1 സെൻറ്റിമീറ്റർ സ്ക്വയറിനാണ് ഇത്രയും. അപ്പോൾ 100 സെൻറ്റിമീറ്റർ സ്ക്വയറിന് എത്രയായിരിക്കും? 100 ഇൻറ്റു ഇത്രയും. അതുപോലെ തന്നെ എത്ര സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. അത് 100 ആണോ 10 ആണോ എത്ര സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ മൊത്തം എത്ര സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. പല പ്രാവശ്യം നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്താണ്. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ സ്റ്റാൻഡ്സ് ഫോർ ഏരിയ. അപ്പോൾ മൊത്തം എത്ര സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എത്ര ഏരിയ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ഏത് ഏരിയ ആണ് വരിക? ഇതിൻ്റെ ഉൾഭാഗമാണ് പെയിൻറ്റ് അടിക്കേണ്ടത്. ഇൻറ്റീരിയർ പോർഷനാണ് ടിൻ പ്ലേറ്റിംഗ് അല്ലെങ്കിൽ പെയിൻറ്റ് അടിക്കേണ്ടതെന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചോളൂ. ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങളത് ചെയ്യേണ്ടത്. അപ്പം ഇൻറ്റീരിയർ പോർഷൻ എന്ന് വെച്ചാൽ ഇൻറ്റീരിയർ കേവ്ഡ് സർഫസ് അല്ലേ ഇൻറ്റീരിയർ? ഇതൊരു ഹെമിസ്ഫിയർ. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ പോർഷൻ എന്ന് വെച്ചാൽ കേവ്ഡ് ആയിട്ടുള്ള പോർഷൻ അല്ലേ? അപ്പോൾ എന്താണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഏരിയ എന്ന് പറയുമ്പോൾ എന്ത് ഏരിയയാണ്? ഇന്നർ കേവ്ഡ് സർഫസ് ഏരിയയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇഫ് ഇറ്റ് ഈസ് ഇന്നർ കേവ്ഡ് സർഫസ് ഏരിയ, ഇഫ് ഇറ്റ് ഈസ് ഔട്ടർ കേവ്ഡ് സർഫസ് ഏരിയ, ഫോർമുല ഈസ് സെയിം. വിച്ച് ഈസ് ദ ഫോർമുല? 2πr² is the formula for calculating curved surface area if it is inner or outer, and you can substitute the value of pi as 22/7 and we got the value of r as 5.25. So 5.25 square. I think it is very clear, no? Yes. Now we just see 2 into 22/7 and 5.25 can I replace as 525 divided by 100, and you have understood the reason. So 5.25 square become 525/100 into 525/100. And I will not say you have to follow the method which I am giving. If you have any other ways like ഇങ്ങനെ ക്യാൻസൽ ഇതിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം വേറെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയുമെങ്കിൽ, ചെയ്യാൻ എളുപ്പമായി തോന്നി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യും. യു ഹാവ് കംപ്ലീറ്റ് ഫ്രീഡം ഇൻ ദാറ്റ്. അല്ലാണ്ട് ഞാൻ പഠിപ്പിക്കുന്ന പോലെ എന്നെ പഠിക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് മാത്സിൽ ഫ്രീഡം ഉണ്ട്. നിങ്ങൾക്ക് സ്വന്തമായി ട്രൈ ചെയ്യാം. ആൻസർ ശരിയായാൽ മതി. ഓക്കെ. നൗ യു ക്യാൻ ക്യാൻസൽ. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ക്യാൻസലേഷൻ എളുപ്പം വരും. അതുകൊണ്ടാണ്. നൗ യു ക്യാൻ ക്യാൻസൽ 7 and 525. In 7 how many 7? 1. In 52 how many 7? 7 7s are 49. Remainder 50, 51, 52, 3. In 35 how many 7? 5. Now we can see the magic like ഈ 75ഉം 100ഉം നിങ്ങൾക്ക് 25 വെച്ച് ക്യാൻസൽ ചെയ്യാം. 325 75. ഇവിടെ 425 വരും. ആൻഡ് യു ക്യാൻ ക്യാൻസൽ ദിസ് 2 and 4 2. ദെൻ 2ഉം ഇതിങ്ങനെ ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്? 11 into 3 into 525 divided by 100. ഞാൻ 100നെ ഇങ്ങനെ ക്യാൻസൽ ചെയ്യുന്നില്ല. 100നെ 100 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 11 into 3 33. സോ 525 into 33 എന്ത് വരും? 1575. സോ 17325 ഡിവൈഡ് ബൈ 100 ആണ് വരിക. അതായത്
this is divided by 100, no? So here the point will come, no? Yes. ഓക്കെ, നിങ്ങളിതിനെ ഡിവൈഡ് ചെയ്യേണ്ട. നിങ്ങൾ ഇത്രയും എഴുതിയാൽ മതി, ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ. നിങ്ങൾക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ എളുപ്പമെന്നൊക്കെ എനിക്കറിയാം. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 2 പോയിൻ്റ്, അത് ആ ഒരു അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ടാണ് ഇവിടെ ക്യാൻസൽ ചെയ്യാതിരുന്നത് നമ്മൾ. ഇപ്പം ഞാൻ ഡിവൈഡ് ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ എഴുതുന്നു സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇത്രയും എളുപ്പത്തിൽ കിട്ടിയിട്ട് നിങ്ങളെന്താ ഇങ്ങനെ 1 പോയിൻറ്റ് 2 പോയിൻറ്റ് ഇങ്ങോട്ട് മാറ്റിയാൽ പോരെ, അതെന്താ ചെയ്യാത്തതെന്നുള്ള ചോദ്യത്തിന് ഞാൻ മറുപടി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ റിക്വയർഡ് ഏരിയ കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ കോസ്റ്റ് അല്ലേ? ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് ഇത്രയും രൂപയാണ്. ഇപ്പം നിങ്ങൾക്ക് എത്ര സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ട്? ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയറിന് എത്ര രൂപയും? ഇത്രയും ഇൻറ്റു ഇത്രയും. 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് ഇത്രയും രൂപ എന്ന് പറയുമ്പോൾ 2 സെൻറ്റിമീറ്റർ സ്ക്വയറിന് എത്ര? 2 ഇൻറ്റു ഇത്. അതുപോലെ ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയറിന് എത്ര രൂപയാവും? ഇത്രയും ഇൻറ്റു ഇത്രയും. അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് 16/100. അപ്പം 20 സെൻറ്റിമീറ്റർ സ്ക്വയറിന് എത്രയാണ്? 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് എത്രയാണോ അതിന് 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയറിനല്ലേ നിങ്ങൾക്ക് കിട്ടേണ്ടത്. അപ്പം ഈ സാധനം ഇൻറ്റു 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് എത്രയാണോ അത്രയും. അതായത് 17325 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് 16/100 അല്ലേ? 16/100. ഓക്കെ, വലിയ മെച്ചമൊന്നുമില്ല. ഇതിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് 2 പോയിൻറ്റ് മാറ്റി എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച മെച്ചം കിട്ടുന്നില്ല. ഞാൻ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഡിനോമിനേറ്റർ എന്താവും? 100 × 100 10,000. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്താൽ 17325 ഇൻറ്റു 16. സോ ആൻസർ ഇസ് 277200. ഇനി 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 2 3 4 ഇവിടെ പോയിന്റ് വരും. സോ ആൻസർ ഇസ് 27.72 rupees. This is the required amount. This much rupees you have to spend. Okay. Actually, I thought of to discuss one more question, but I tired because this is my 4th or 5th video which I am shooting today for the classes, but so I am really tired, so I am going to wind up. We have discussed 3 questions. Practice well, practice twice and well. 9th ക്ലാസ്സുകാരുടെ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. കുറച്ച് കുട്ടികൾ നന്നായി ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്ന കുട്ടികളും ഞാനുമായിട്ട് ഒരു അഡ്രസ്സും ഇല്ല. അവർ ചെയ്യുന്നുണ്ടോയെന്ന് പോലും അറിയില്ല, കാരണം ഒരു തരത്തിലും കോൺടാക്റ്റ് ചെയ്യുന്നില്ല അവരൊന്നും. ഒരു ഡൗട്ടും ചോദിച്ച്. ഇനി ചെയ്യാത്ത കുട്ടികൾ കുറേ പേരുണ്ട്, അതും എനിക്കറിയാം. അവർക്കും ഒരു സംശയം തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളിത് കാണുന്നുണ്ടോയെന്ന് പോലും അറിയില്ല. ഞാൻ വെറുതെ എനർജി കളയുവാണെന്നും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ നോട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ പ്ലീസ് ഒരു ടൈറ്റിൽ കൊടുക്കുക. സാർ നിങ്ങൾ വീഡിയോ വളരെ വൃത്തിയായി വാച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ വെറുതെ സാർ ദിസ് ഈസ് മൈ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾ നന്നായി വീഡിയോ കാണുന്ന ഒരു കുട്ടിയാണെങ്കിൽ സാർ ദിസ് ഈസ് മൈ നോട്ട്സ് എന്ന് എഴുതുന്നതിന് പകരം സാർ വി ആർ വാച്ചിങ് യുവർ വീഡിയോ ഡെയിലി, വി ആർ അണ്ടർസ്റ്റാൻഡിങ് എവറിത്തിങ്, വി ആർ പ്രാക്ടീസിങ് വെൽ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വളരെ നല്ല വാക്കുകളൊക്കെ പറഞ്ഞൊന്ന് നോട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാവുമല്ലോ. വെറുതെ വിടരുത്. എനിക്ക് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ ആയിരിക്കാം നല്ലപോലെ അറിയാം. അതുകൊണ്ട് വെറുതെ എന്നെ പൊട്ടനാക്കരുത്. ഓക്കെ, സോ ദിസ് ഈസ് ഇറ്റ്. സോ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ദി വീഡിയോ സെഷൻ ആൻഡ് പ്ലീസ്, I told you while you are sending notes, please write something in sentences. Okay, I told you, and please stay safe. This is very crucial days. Corona patients, number of corona patient is increasing. It is nearly 5,000. It is going to be more than 5,000. So stay safe and use hand sanitizer. Wash your hands properly and stay safe. Thank you. Have a nice day. Take care. Bye.